ഹലോ, എല്ലാവർക്കും സിറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ന് സെയിൽ വീഡിയോയുമായിട്ട് എത്തുന്നത്. അപ്പോൾ നമ്മൾ വീടൊക്കെ മാറി ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ DTDC വഴിയായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്, സെയിലിനുള്ള ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നല്ല ഒരു വയലറ്റ് നിറത്തിലാണ് ഇതിൻ്റെ പൂക്കൾ. നിറയെ പൂക്കുന്ന ഒരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് തന്നെയാണിത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 35 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ഈ കാണുന്ന ഒരു അരേലിയ പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ഇതിൻ്റെ ലീഫ് വരിക. നല്ല ഭംഗിയുള്ള ഒരു കിളി ടൈപ്പ് അരേലിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 45 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് ആണ്. മെലസ്റ്റോമയുടെ വയലറ്റ് മാത്രമേ നമുക്കിപ്പോൾ സ്റ്റോക്കുള്ളൂ. നല്ല ഭംഗിയുള്ള പൂക്കളാണ് മെലസ്റ്റോമയുടേത്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് സൈസ് വരിക. മിക്ക പ്ലാന്റിലും പൂക്കളായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് ലോറോപെറ്റലം പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ലീഫും അതുപോലെ തന്നെ ഭംഗിയുള്ള പൂക്കളുമാണ് ഈ ഒരു പ്ലാന്റിൻ്റേത്. കുറച്ച് സൺലൈറ്റ് ഒക്കെ വേണ്ട ഒരു പ്ലാന്റ് ആണ്. പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഡാർക്ക് മജന്ത കളറിലുള്ള പൂക്കളാണ് ഇതിൻ്റെ. അപ്പോൾ ലീഫ് കണ്ട് ഒരു പ്രത്യേക കളറിലുള്ള ലീഫും ഒക്കെയാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപ. അടുത്തത് പൂച്ചപ്പഴത്തിൻ്റെ തൈകളാണ്. കഴിഞ്ഞ തവണ ഒരുപാട് പേര് ഈ ഒരു പ്ലാന്റ് വാങ്ങിയിരുന്നു. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. പൂക്കളുടെ ആ ഒരു പ്രത്യേക ഷേപ്പ് കൊണ്ടാണ് പൂച്ചപ്പഴം എന്നുള്ള ആ ഒരു പേര് തന്നെ വന്നിരിക്കുന്നത്. ഇതാണ് ഫ്രൂട്ട് വരുന്നത്. വളരെ കുഞ്ഞു പഴങ്ങളാണ്, പക്ഷേ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പഴമാണിത്. നമുക്കിതൊരു ഓർണമെൻ്റൽ പ്ലാന്റായിട്ടും ഒക്കെ നട്ടു വളർത്താൻ. കാരണം ഇത് പൂത്ത് കഴിയുമ്പോൾ ഒരേ സമയം നിറയെ പൂക്കളുമായിട്ട് ചെടി നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. ഇത് അത്യാവശ്യം പൂക്കാറായ പ്ലാന്റ്സ് തന്നെയാണ്. മിക്ക പ്ലാന്റ്സിലും പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അടുത്തതായിട്ട് ബേബി സൺറോസിൻ്റെ പ്ലാന്റ് ആണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. വളരെ കുഞ്ഞും പൂക്കളാണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് നൈറ്റ് ക്യൂൻ ജാസ്മിൻ ആണ്. യെല്ലോ ഫ്ലവർ ആണ് ഇതിലുണ്ടാവുക. ഇതുപോലെ ബഞ്ചായിട്ട് പൂക്കൾ നിറയും. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത പ്ലാന്റ് വരുന്നത് ഓക്സിക്കാർഡിയൻ ഗ്രീൻ ആണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഫിലോഡെൻഡ്രോൺ വെറൈറ്റി ആണിത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 15 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് ഫിലോഡെൻഡ്രോൺ മൈക്കൻസ് ആണ്. നല്ല ഭംഗിയുള്ള ലീഫാണ് ഈ ഒരു പ്ലാന്റിൻ്റേത്. ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ബ്ലൂ പ്ലംബാഗോയാണ്. നീലക്കൊടുവേലിയുടെ പ്ലാന്റ്സ് ആണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതുപോലെ തന്നെ ഇതൊരു ഔഷധ സസ്യം കൂടിയാണ്. നമ്മൾ ഒരുപാട് മുൻപ് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നീലക്കൊടുവേലി. ഇപ്പോൾ നിലവിലെ പ്ലാന്റ്സിലെല്ലാം പൂക്കളൊന്നും ഇല്ല. പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് വേരിഗേറ്റഡ് പനിക്കൂർക്കയാണ്. പനിക്കൂർക്കയുടെ എല്ലാ ഗുണങ്ങളോടും കൂടിയ നല്ലൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 20 രൂപയാണ്. അടുത്തതായിട്ട് സെയിലിനുള്ളത് റോസിഡ പ്ലാന്റ് ആണ്. റോസിഡ പ്ലാന്റ്സ് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് റോസിഡ. റോസിഡയുടെ 2-3 കളേഴ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് മുൻപ്. ഇപ്പോൾ നമുക്ക് യെല്ലോ മാത്രമേ നിലവിൽ സ്റ്റോക്കുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് റോസിഡ പ്ലാന്റ്സിന്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് മോൺസ്ട്ര പെറോ ആണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്.
അടുത്തത് വെർബീന പ്ലാന്റ്സ് ആണ്. വെർബീനയുടെ 2 കളേഴ്സ് നമുക്ക് ഇത്തവണ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് ഈ ഒരു വയലറ്റ് കളറാണ്. ഇതെല്ലാം വെർബീനയുടെ നാടൻ വെറൈറ്റീസ് ആണ് കേട്ടോ. പലരും ചോദിച്ചിരുന്നു ഹൈബ്രിഡ് ആണെന്ന്. ഇത് നാടനാണ്. നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ പൂക്കൾ തരും. അതുപോലെ ഒരുപാട് നാളെ നിൽക്കുന്ന പ്ലാന്റാണ് നാടൻ വെറൈറ്റീസ്. കുറച്ച് പൂക്കൾ അല്പം ചെറുതായിരിക്കും എന്ന് മാത്രം. വയലറ്റിന് പ്രത്യേകിച്ചും പൂക്കൾ വളരെ ചെറുതായിരിക്കും. ഇതാണ് വയലറ്റ് കളറിൻ്റെ പ്ലാന്റ് സൈസ് വരിക. ലീഫിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കളറ് ഈ ഒരു റെഡ് കളറാണ്. നല്ല ഭംഗിയാണ് വെർബീന റെഡ് കാണാനായിട്ട്. ഇതും നാടൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന പ്ലാന്റാണ്. ഇതാണ് റെഡിൻ്റെ പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 45 രൂപയാണ്. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ലണ്ടാന പ്ലാന്റ്സ് ആണ്. ലണ്ടാനയുടെ 4 കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് കളറ് ഈ കാണുന്ന യെല്ലോ കളറാണ്. രണ്ടാമതായിട്ട് ഈ കാണുന്ന റെഡ് കളറാണ്. നമ്മൾ ഈ 4 കളേഴ്സ് മുമ്പ് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് കൂടാതെ 2 കളേഴ്സ് കൂടി ഉണ്ട്. അതും നമുക്ക് ഉടനെ തന്നെ സെയിലിനായിട്ട് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു 4 കളറ് മാത്രമേ സെയിലിനായിട്ട് ഉള്ളൂ. മൂന്നാമത്തെ കളറ് ഈ ഒരു വയലറ്റ് കളറാണ്. വയലറ്റും വൈറ്റും കുറച്ചൊന്ന് പടർന്നു പോകുന്ന ടൈപ്പ് തന്നെയാണ്. ഇതാണ് വയലറ്റിൻ്റെ പ്ലാന്റ് സൈസ് വരിക. ലണ്ടാന സീസണൽ പ്ലാന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സമയത്തും പൂക്കൾ കാണാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. നാലാമത്തെ കളറ് ഈ വൈറ്റ് കളറാണ്. അപ്പോൾ ഈ 4 കളേഴ്സാണ് സെയിലിനുള്ളത്. 40 രൂപ വീതമാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തത് സെയിലിനുള്ളത് യുജീനിയ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ യുജീനിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്. അടുത്തത് പെഡിലാന്തസിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ്. മിനിയേച്ചർ വെറൈറ്റിയാണ്. നോർമൽ നമ്മൾ കാണുന്ന ഹാങ്ങിങ് പെഡിലാന്തസിനെ കഴിഞ്ഞും അല്പം കൂടി സൈസ് ചെറുതായിരിക്കും. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 15 രൂപ. അടുത്തതായിട്ട് സെയിലിനുള്ളത് കുടമുല്ലയാണ്. ഇപ്പോൾ മുല്ലയൊക്കെ നിറയെ പൂക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഈ കാണുന്ന അഗ്ലോണിമ സിൽവർ ആണ്. ഒരു നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 20 രൂപയാണ്. അടുത്തത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ക്രീപ്പിംഗ് ചാർലിയാണിത്. ഇതാണ് ഇതിൻ്റെ ലീഫ് വരിക. പെട്ടെന്ന് തന്നെ ഹാങ്ങിങ് ആയി നല്ല ഭംഗിയിൽ നമുക്ക് ഇടാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് ക്രീപ്പിംഗ് ചാർലി. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 15 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് ബേബി ടിയറിൻ്റെ ഈ ഒരു റെഡ് ഷെയ്ഡിൽ ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ പോട്ട് നിറയെ ആവുന്ന ഒരു പ്ലാന്റ് ആണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഈ ഒരു കളറിലായിരിക്കും ലീഫ് വരിക. തനിയെ ആ ഒരു റെഡ് കളറിലേക്ക് ലീഫ് മാറിക്കോളും. നല്ല ഭംഗിയാണ് ആ ഒരു കളറിലേക്ക് ലീഫ് മാറിക്കഴിയുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 20 രൂപയാണ്. അപ്പോൾ ഇന്ന് ഇത്രയും പ്ലാന്റ്സൊക്കെയാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക. ഇത് കൂടാതെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ പ്ലാന്റ്സൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.